മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പഠന ക്ലാസ് തന്നെയാണ് സത്യത്തിൽ ഞാൻ ഇന്ന് അങ്ങയുടെ കൂടെ ഇരുന്നപ്പോൾ എനിക്ക് തോന്നുന്നു. രസാവഹമായി തന്നെ അങ്ങനെയെല്ലാം അവതരിപ്പിച്ചു, ചിരിച്ചുകൊണ്ട് കളിച്ചുകൊണ്ട് ഒരു സത്യർ മൂഡിലൂടെ. അതാണ് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത്. കാര്യം ഞാനിവിടെ വന്നപ്പോൾ ആദ്യം അസ്വസ്ഥത കാണിച്ച ഒരുപാട് പേരുകൾ അവസാനം പൊട്ടിച്ചിരിക്കുകയും കാര്യങ്ങൾ സമ്മതിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്. അങ്ങ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും പ്രാബല്യത്തിൽ വരുത്തുമോ എന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. പക്ഷെ അതിലൊരു 50% വരുത്തിയാൽ നമ്മുടെ നാട് നന്നു പോയാൽ ബോധവൽക്കരണം ഇത് ഏറ്റവും അതുപോലെ വെളിച്ചെണ്ണയും ഉൾപ്പെടെ പറങ്കേണ്ടി ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളിനകത്തും ഇന്ന് പാശ്ചാത്യവൽക്കരണത്തിന്റെ ഒരു ഭാഗം എടുക്കുകയായിരിക്കുന്നു. വ്യവസായവൽക്കരണം കൂടിയിരിക്കുന്നു. ഇതെല്ലാം ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് മാറ്റിയിരിക്കുന്നത് അതെല്ലാം പറയാൻ തെളിയിച്ചുകൊണ്ടുണ്ട്. ഇത് ജനങ്ങൾ അറിയുന്നില്ല എന്നുള്ള കാര്യം. ഇത്രയും വയസ്സും പ്രായവും പക്വതയും ഒക്കെ ഉണ്ടെന്ന് അഹങ്കരിക്കുന്ന ഞാൻ, വിദ്യാഭ്യാസം വിവരമുള്ള ഞാൻ, ലോകവലിയുള്ളതാണ്, ഒരു സെലിബ്രിറ്റിയായി ഞാൻ പോലും ഇത് വൈകിയാണ് അറിഞ്ഞത്. എനിക്കത് ലജ്ജ തോന്നുന്നു. അതിനെക്കുറിച്ച് ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതൊരു നിമിത്തമായിട്ട് ഞാൻ വേറൊരു രോഗിയെ കൊടുത്തു. പാർക്കിൻസൺസിന്റെ രോഗം ഒന്ന് മാറ്റി തരാമെന്ന് ശ്രമിക്കാമെന്ന് പറയുന്നുണ്ട്. പിന്നെ എന്താണ് സ്റ്റോണിന്റെ അസുഖം പൂർണ്ണമായിട്ട് അത് ഒരു ഡോക്ടറും പറയാത്തൊരു വലിയ കാര്യമാണ്. പിന്നെ ഒരു തരി പോലും അതിനകത്തൊരു കള്ളമായിട്ടോ ഒരു ഇതായിട്ടോ നമുക്ക് തോന്നുന്നു. സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും കൺസിഡർ ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് നമ്മുടെ പരാജയം. ഞാനിപ്പോ അവിടെ പറഞ്ഞ ക്യാൻസറിനെ പറ്റി ക്യാൻസറിന്റെ 100% ശരി. ഞാൻ ക്യാൻസർ വന്ന ആളാണ്. ക്യാൻസറിനെ അല്ല നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അത് വളരെ സത്യമാണ്. ഞാൻ ക്യാൻസറിനെ ഈ കീമോതെറാപ്പി ചെയ്തതെല്ലാം ശരിയായി. എലിയെ ചുടുന്നതിന് ഇല്ല ചുടുന്നതിന്റെ കൂട്ടി ഇതൊക്കെ ഞാൻ അനുഭവിച്ച ആളാണ്. പക്ഷെ വേറെ മാർഗമില്ല. അല്ല, എനിക്കിപ്പോ അത് തോന്നി തുടങ്ങും. കാര്യം ഒരു കാര്യം പറഞ്ഞല്ലോ, ക്യാൻസർ എന്ന് പറഞ്ഞ സംഭവമേ ഇല്ല. ശല്യ ഈ പിന്നെ പറഞ്ഞ ഗതികേട് കൊണ്ടാണ്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ എന്താണ് നേരത്തെ ഒരു വാക്ക് പറഞ്ഞല്ലോ, ഈ ക്യാൻസറിന്റെ കാരണം സമയദോഷമാണ്, ബാഡ് ലക്ക് ആണെന്ന് പറയുന്ന ഒരു അവസ്ഥ. അതാണ് ഇപ്പൊ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ ഏറ്റവും വേണ്ടത് എനിക്ക് പാലിയേറ്റീവ് കെയറിന്റെ ഭാഗത്തൊക്കെ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. കാര്യം ഇത് വന്ന് അസഹ്യമായ വേദന അനുഭവിക്കുന്ന ആളുകള് സുഖമായി ജീവിക്കുന്നതിനുള്ള ഒരു സാഹചര്യമാണ് പാലിയേറ്റീവ്. മരിക്കുന്നതിനല്ല, സുഖമായിട്ട് ജീവിക്കുന്നതിനുള്ള ഒരു അവസ്ഥയാണ് പാലിയേറ്റീവ് കെയർ. അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇതെനിക്ക് ഏറ്റവും ഒരു റിക്വസ്റ്റ് അങ്ങനെയുണ്ട്. ഇപ്പൊ ഈ പറയുന്ന കാര്യങ്ങൾ ഒരു ബുക്കിലില്ല. അതുകൊണ്ട് എല്ലാവർക്കും സി ഡി കാണാൻ പറ്റത്തില്ല, അത് പറ്റത്തില്ല. ഇത് പറഞ്ഞ എല്ലാം കൂടെ കാര്യം ഓർമ്മ എന്റെ ഓർമ്മയിൽ ഒന്ന് ഞാൻ പറഞ്ഞ 3-4 പോയിന്റുകൾ എന്റെ മനസ്സിൽ വന്നിട്ടുണ്ട്. പക്ഷെ ഇത് അങ്ങ് ചെല്ലുമ്പോഴത്തേ എന്റെ ഓർമ്മ പോകും. അതിനകത്ത് ഇത് ഒന്നും ഇതാക്കുക. ഇത് ചാനലുകളൊന്നും ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇവിടുത്തെ ഗ്രൂപ്പുകളൊന്നും ശരിയാക്കത്തില്ല. വളരെ എന്നെ സംബന്ധിച്ച് ഞാൻ വൈകിപ്പോയി വന്ന വിവേകമാണ് ഇവിടെ വന്നത് കേൾക്കേണ്ടിയിരുന്നത്. വളരെ അക്ഷരാർത്ഥത്തിൽ ഇത് യൂസ്ഫുള്ളാണ്. ഇത് ജനകോടികളിടയിലേക്ക് ഇറങ്ങണം. മറ്റേ രാഷ്ട്രീയങ്ങളിലേക്കും വിദേശങ്ങളിൽ ഞാൻ അങ്ങോട്ട് വരാം. ഞാൻ പറയാം എന്റെ ഒരു ഭാഗം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അവയർനെസ് കൊടുക്കുന്നത്. ക്യാൻസറിനെ കുറിച്ച് ഭയക്കരുതെന്നാണ് ഞാനിപ്പോ പറഞ്ഞുകൊണ്ടിരുന്നത്. എനിക്ക് ആ ഒരു ഇതിലാണ്. പിന്നെ ഈ ഒരു അവസ്ഥയാണല്ലോ, ലോകത്തിലെ ഏറ്റവും വലിയ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അധ്യാപകൻ ഇദ്ദേഹത്തിന്റെ ചികിത്സയിലാണെന്ന് പറയുമ്പോൾ തന്നെ മോഹൻ വൈദ്യരുടെ പ്രസക്തിയെ കുറിച്ച് വേറെ പറയേണ്ട കാര്യമൊന്നുമില്ല. ഇത് അനുഭവിച്ചറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ ഇലക്ട്രിസിറ്റിയുടെ ശക്തി പോലെ, അല്ലെങ്കിൽ പായസത്തിന്റെ രുചി പോലെ മോഹനം വൈദ്യരുടെ പിന്നെ ശുശ്രൂഷയുടെ പ്രത്യേകത അനുഭവിച്ചറിയേണ്ടത്. ദയവായിട്ട് നിങ്ങൾ എല്ലാവരും ഇതൊന്ന് നേരിട്ട് ഒരിക്കലും രസാവഹമായ ക്ലാസ് കിട്ടും. അത് നിങ്ങൾക്ക് തന്നെ സ്വയം തീരുമാനത്തിൽ. ഞാൻ ഇന്ന് പോകുമ്പോഴും കുറെ തീരുമാനങ്ങൾ എടുത്തിട്ട് തന്നെയാണ്. എല്ലാം പറഞ്ഞില്ല, നമുക്ക് മാർക്കറ്റിൽ നിന്ന് അരിയും പച്ചക്കറിയും ഒന്നും വാങ്ങിക്കരുതെന്ന് പറഞ്ഞാൽ നമുക്ക് നല്ലതാണ്. പക്ഷെ അത് നമ്മുടെ കുടുംബ ജീവിതമായിട്ട് അല്ലെങ്കിൽ സിറ്റിയിലൊക്കെ ജീവിതം പറ്റില്ല. എങ്കിലും പറ്റാവുന്നിടത്തോളം അതിന്റെ ആ കോൺസെപ്റ്റ്, ആ തത്വം മാത്രം നമ്മൾ ഉൾക്കൊണ്ടാൽ മാത്രം മതി. അങ്ങനെയാണെങ്കിൽ കുറെ കാലമൊക്കെ നമുക്ക് ജീവിക്കാൻ തരുമെന്നാണ്